ലബനനിലെ ജബലിയയിലുള്ള ഒരു കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ കുട്ടികളുടെ തൊട്ടിലിന് താഴെ ഇസ്രായേൽ സേന കണ്ടെത്തിയ ഹമാസിന്റെ തുരങ്കമാണ് വീഡിയോയിൽ കാണുന്നത്. Looks like an innocent children's room. Under this child's cot, not the baby's cot. You see a tunnel that was used for terror by Hamas ISIS. Hamas ISIS uses children's rooms, uses babies' cots to hide what is used for terror, for murder, and for slaughter. വടക്കൻ ഗസയിലെ ജബലിയ പ്രദേശത്തെ കുട്ടികളുടെ മുറിയിൽ കുഞ്ഞുങ്ങളുടെ തൊട്ടിലിന് താഴെ ഒരു തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് സമൂഹമാധ്യമങ്ങൾ വഴി അറിയിച്ചത്. ഒരു സാധാരണ വീട് പോലെ തോന്നിക്കുന്ന ഇടത്താണ് ഞങ്ങളിപ്പോഴുള്ളത്. പക്ഷേ ഇവിടുത്തെ കുട്ടികളുടെ മുറിയിലേക്ക് നിങ്ങൾ എന്നെ പിന്തുടർന്നാൽ നിഷ്കളങ്കമായ രീതിയിൽ നിങ്ങൾക്കിവിടം തോന്നിയേക്കാം. എന്നാൽ ഈ കുഞ്ഞുങ്ങളുടെ തൊട്ടിലിന് കീഴിൽ ഹമാസ് IS ഉപയോഗിക്കുന്ന ഒരു ടണൽ ഞങ്ങൾ കണ്ടെത്തി. തീവ്രവാദ പ്രവർത്തനവും കൊലപാതകങ്ങളും നടത്താൻ ഹമാസ് കുഞ്ഞുങ്ങളുടെ മുറി ഉപയോഗിക്കുന്നു, കുഞ്ഞിന്റെ തൊട്ടിൽ മറയാക്കുന്നു. 931 ബറ്റാലിയനിലെ കമ്പനി കമാൻഡറായ മേജർ അലോൺ എന്ന ഉദ്യോഗസ്ഥൻ വീഡിയോയിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതിനിടെ ഷെജയ പ്രദേശത്തെ ഒരു കേന്ദ്രത്തിലും ഇസ്രായേൽ സൈനികർ റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, AK-47 ഗ്രനേഡുകൾ എന്നിവ സൈന്യം കണ്ടെത്തി. കൂടാതെ 15 മീറ്ററിലധികം നീളമുള്ള ആക്രമണ തുരങ്കങ്ങളും സൈനികർ കണ്ടെത്തിയിരുന്നു. അതേസമയം ഒരു ഹമാസ് തീവ്രവാദി പ്രവർത്തകന്റെ വീടിനുള്ളിൽ ആയുധ സംഭരണ കേന്ദ്രവും IDF സൈന്യം നശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗാൻ യൂനിസ് പ്രദേശത്ത് സൈനികർക്ക് ഭീഷണിയായ 7 ഭീകരരുടെ സ്ക്വാഡിനെയും സൈനികർ തിരിച്ചറിഞ്ഞ് ഭീകരർക്ക് നേരെ വ്യോമാക്രമണവും നടത്തി. എന്നാൽ ഗസയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ 2 സ്ത്രീകളെ ഇസ്രായേൽ പ്രതിരോധ സേന വെടിവെച്ച് കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. ഗസയിലെ ഹോളി ഫാമിലി പാരിഷ് ചർച്ചിലാണ് സംഭവം നടന്നത്. ഭൂരിഭാഗം ക്രിസ്ത്യൻ കുടുംബങ്ങളും യുദ്ധം ആരംഭിച്ചതു മുതൽ അഭയം തേടിയ പള്ളിയിലായിരുന്നു ആക്രമണമുണ്ടായത്. അമ്മയും മകളുമാണ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. നഹിദ, മകൾ സമർ എന്നിവരാണ് മരിച്ചത്. 2 പേരും പള്ളി പരിസരത്തെ സിസ്റ്റേഴ്സ് കോൺവെന്റിലേക്ക് നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് ആക്രമണമുണ്ടായത്. വെടിവയ്പിൽ ഇവർക്കൊപ്പമുണ്ടായിരുന്ന 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പുകളൊന്നും നൽകിയിരുന്നില്ലെന്നും ഇടവകയുടെ പരിസരത്ത് തന്നെ വച്ചാണ് വെടിവെപ്പുണ്ടായതെന്നും ജെറുസലേമിലെ ലാറ്റിൻ പാട്രിയാർക്കേറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. അംഗവൈകല്യമുള്ള 54 പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരെയും പള്ളിയുടെ കോമ്പൗണ്ടിന്റെ തന്നെ ഭാഗമായ സിസ്റ്റേഴ്സ് ഓഫ് മദർ തെരേസയുടെ കോൺവെന്റിനെയും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ടാങ്കുകൾ ലക്ഷ്യമിട്ടിരുന്നെന്ന് പ്രസ്താവന കുറ്റപ്പെടുത്തി.